വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഒട്ടും പ്ലാൻ ചെയ്യാത്തൊരു വീഡിയോ ആണ്. ഫാൻ ഒന്ന് ഓഫാക്കി കളട്ടെ കേട്ടോ, ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ട്. അപ്പോൾ പറഞ്ഞതുപോലെ ഒട്ടും പ്ലാൻ ചെയ്യാത്ത, എന്താ പറയുക, പ്രതീക്ഷിക്കാതെ എടുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇത്. ഫേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു, ഹെയറൊക്കെ ഒന്ന് ക്രിംപ് ചെയ്ത് ഒന്ന് സെറ്റായി നിൽക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തുകൊണ്ട് വീഡിയോ എടുത്തുകൂടാന്ന്. അങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഫോൺ ഓണാക്കി വെച്ചിട്ടുള്ള പ്രഹസനങ്ങളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി സാരിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഓർണമെൻറ്റ്സ് ഇടാനും കൂടി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം, ഫ്ലവർ വെക്കണം, അത്ര തന്നെ. അപ്പോൾ ഈ ഒരു മാലയാണ് ഞാൻ പെയർ ചെയ്യുന്നത് കേട്ടോ. ഇത് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്, നല്ല. പക്ഷേ ഒരു യെല്ലോ കുത്തുണ്ടോ എന്നൊരു ഡൗട്ട്. പക്ഷേ ചില സമയത്ത് ചില ഡ്രസ്സിനോട് ഇത് അടിപൊളിയായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. ചില ഡ്രസ്സിൻ്റെ കൂടെ ഇടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ആ ഒരു യെല്ലോ കുത്തുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കും. അപ്പോൾ ഭയങ്കര വൃത്തികേടാണ്. ഞാൻ ഹെയർ ക്രിംപ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ നല്ല വൃത്തിക്ക് നിൽക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിംപ് ചെയ്തിട്ട് കിടക്കുന്ന മുടി. ചിലവർക്ക് അത് ഇഷ്ടമല്ല കേട്ടോ, ക്രിമ്പിങ് മാർക്ക് കാണുന്നത്. ഇനി കമ്മലാണ്. കമ്മൽ എനിക്ക് എന്താ പറയുക, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കമ്മലാണിത്, ലക്ഷ്മി ദേവിയുടെ. ഈ മാലയും കമ്മലും രണ്ടും രണ്ട് കളറാണ്. പക്ഷേ വീഡിയോ ഫോട്ടോസിലൊന്നും കാണുമ്പോൾ വലുതായിട്ട് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ കമ്മലിടുന്നു. എനിക്കിതിനെക്കാട്ടി വലിയ മറ്റേ കൊടജിമിക്ക് പോലത്തെ അല്ലേ, അങ്ങനത്തെ കമ്മലൊക്കെയാണ്, അങ്ങനത്തെ കമ്മലിനോടാണ് കൂടുതലായിട്ടും ക്രേസ് ഉള്ളത്. എൻ്റെ കയ്യിൽ കൂടുതലുള്ളതും ഇതേപോലത്തെ ജിംകാസൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ എന്തെങ്കിലും പെയർ ചെയ്തിട്ട് പോകാൻ നോക്കുമ്പോൾ ഒന്നും ഇട്ടുണ്ടാവുകയില്ല. ഇതിൽ ചെറുതായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു ആ ഒരു കളർ ഡിഫറൻസ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പെയർ ചെയ്തേക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കമ്മലായതുകൊണ്ട് എന്നെ തന്നെ സമാധാനിപ്പിക്കാൻ, എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ആ കമ്മലിടുന്നു. അങ്ങനെ ഇത് ഞാനിങ്ങനെ ഒരുങ്ങിയതിൻ്റെ സ്റ്റോറി ഞാൻ പറയാം കേട്ടോ. പിന്നെ ഞാനൊരു നെറ്റിച്ചുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൂടി ഒന്ന് സെറ്റാക്കാൻ നോക്കുന്നുണ്ട്. ഇതും കൂടി വെച്ചെടുത്തപ്പോൾ എന്തോ ഒരു ഭംഗി തോന്നി കേട്ടോ. അപ്പോൾ ഇതും കൂടി ഒന്ന് സെറ്റാക്കുന്നുണ്ട്. സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് അത് ഫിക്സ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ അങ്ങനെ സെൻറ്റർ പാർട്ടീഷൻ എടുക്കാറില്ല കേട്ടോ. പക്ഷേ ഇപ്പം ഈയിടെ ആയിട്ട് എനിക്ക് എന്തോ സെൻറ്റർ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള പ്രഹസനമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുറമെ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഗൈസ്. എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഞങ്ങളൊരു ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഭയങ്കര എന്താ പറയുക, ക്യാൻസലായിപ്പോയി. ഞാൻ മൂന്നേ സംതിങ്ങിന് എങ്ങാനും എണീറ്റിട്ട് ഞാൻ മാറ്റുന്നുണ്ട്. 6 മണിക്കായിരുന്നു ഷൂട്ട്. 6 മണി 6:30ക്കാണ് ഷൂട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മഴ അങ്ങനത്തെ സാഹചര്യങ്ങൾ കാരണം നമ്മുടെ ഷൂട്ട് ക്യാൻസൽ ചെയ്തു. സങ്കടം ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കള്ളമായിപ്പോവും. കാരണം ഞാൻ അത്രയ്ക്കും ഒരുങ്ങി ഇതാക്കി, അത്രയ്ക്കും ആഗ്രഹിച്ചതായിരുന്നു ഈ ഒരു ലുക്കിൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്. എന്താ പറയുക, ഭയങ്കരമായിട്ട് സങ്കടമുണ്ട്. ഞാൻ എത്ര പുറമെ ചിരിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും എന്നെക്കൊണ്ട് അത് പറ്റുന്നില്ല. ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചതായിരുന്നു ഈ ഒരു ഷൂട്ട്. അപ്പം ഞാൻ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരുങ്ങുന്നതെന്ന് ആ ഒരു നിമിഷത്തിൽ ഞാൻ ചിന്തിച്ചു പോയി. അതാണ് ഞാൻ ഭയങ്കര ഇമോഷണലായിപ്പോയി ആ സമയത്ത്. ഞാനങ്ങനെ പെട്ടെന്ന് കരയില്ല കേട്ടോ. കരയാതെ ഞാൻ ഇങ്ങനെ പിടിച്ച് നിൽക്കും. പക്ഷേ ആ ഒരു പീക്ക് ലെവലിലെത്തിയാൽ അങ്ങ് പൊട്ടും. അപ്പോൾ കേൾക്കുന്നവർ വിചാരിക്കുന്നുണ്ടാവും എന്തിനാ ഈ നിസ്സാര കാര്യത്തിനൊക്കെ കരയുന്നതെന്ന്. പക്ഷെ ഞാൻ അത്രയ്ക്കും അതിലിങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു പോയി. അപ്പോൾ ആഗ്രഹിച്ച കാര്യം നടക്കാതായപ്പോഴുള്ള ആ ഒരു സങ്കടമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ കണ്ണീരൊക്കെ തുടച്ചു. നമ്മുടെ മേക്കപ്പ് വാട്ടർ പ്രൂഫാണ് കേട്ടോ, കണ്ടോ, നനഞ്ഞിട്ടൊന്നും പോയിട്ടില്ല. അതിന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ മേക്കപ്പല്ല, നമുക്ക് ചുട്ടി സെറ്റ് ചെയ്യാനുണ്ട്. ഇനി ഹെയറും കൂടി ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഇതിന് മുന്നേയും ഇങ്ങനെ ആയിരുന്നു കേട്ടോ. ഞാനൊരു ഷൂട്ട് പ്ലാൻ ചെയ്തു, മോഡലിനൊക്കെ സെറ്റാക്കി. ഫോട്ടോഗ്രാഫർ എന്താ പറയുക, ആൾക്ക് വേറെ വർക്കുണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഡേറ്റിന് കൺഫേം ചെയ്തിട്ട് ഞാൻ മോഡലിനെ കൊണ്ട് ലീവ് എടുപ്പിച്ച് ഒക്കെ സെറ്റാക്കിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു നിമിഷത്തിൽ പെട്ടെന്ന് വിളിച്ച് ഷൂട്ട് ക്യാൻസലാണ്, നാളെ എടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഞാൻ ആ മോഡലിനോട് എന്താ പറയുക? ഇതേപോലുള്ള ഓരോ അവസ്ഥകളാണ് കേട്ടോ. കാരണം
നമ്മൾ അങ്ങോട്ടേക്ക് നമ്മുടെ ആവശ്യമാണ്, നമ്മൾ അങ്ങോട്ടേക്ക് പോയി പറയുന്നതാണ് ഇങ്ങനെ കൊളാബ് അല്ലെങ്കിൽ ഷൂട്ട് താല്പര്യമുണ്ടോ എന്നുള്ളത്. കാരണം നമ്മുടെ പേജ് റീച്ചില്ല, മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കാം, എനിക്കറിയത്തില്ല. ഇങ്ങനെ കുറേ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുറേ വിശ്വസിച്ച ആൾക്കാർ ചതിച്ചിട്ടുണ്ട്. ഓരോ വർക്ക് കഴിയുമ്പോഴും ഓരോ അനുഭവങ്ങളാണ്, ഓരോ പാഠങ്ങളാണ് കേട്ടോ പഠിക്കാനുള്ളത്. അത് ഭയങ്കര ഒരു കാര്യമാണ്, നമുക്ക് ആൾക്കാരെ മനസ്സിലാക്കാനൊക്കെ പറ്റും. ഞാനിപ്പോൾ ഈ ഷൂട്ട് എന്ന് പറഞ്ഞത് ഒരുങ്ങിയിട്ട് എൻ്റെ പ്രൊഡക്ട്സ്, അത്രയും പ്രൊഡക്ട്സ് പോയി. പിന്നെ എൻ്റെ ലെൻസ്, ലാഷ് ഒക്കെ പോയി. നമ്മളത് വൺ ടൈം യൂസ് അല്ലേ ഇതൊക്കെ, അപ്പോൾ അതിന് റീയൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങ് പോയി കിട്ടി. പിന്നെ ഞാൻ എന്താ പറയുക, ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒക്കെ സെറ്റാക്കിയ എനിക്ക് ഞാൻ എൻ്റെ ഫോണിലെങ്കിലും ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ചു. പിന്നെ ഒരു പീക്കിലെത്തിയ സമയത്ത് എല്ലാ മൂഡും പോയിട്ടോ. ഹെയറൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അങ്ങോട്ടേക്ക് ഒരു തൃപ്തി അങ്ങോട്ട് വരുന്നില്ല. മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കാം ആ ഒരു തൃപ്തി, ആ ഒരു സാധനം എനിക്ക് അങ്ങോട്ട് കിട്ടിയില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് ഞാൻ സ്ഥിരം കെട്ടുന്ന പോലെ ബാക്കോട്ടേക്ക് എടുത്തിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രണ്ടിൽ 2 സ്ട്രാൻഡ്സ് ഒന്ന് തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്ലവറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. തെച്ചിയും തുളസിയും കൂടി കെട്ടി അവിടെ തലേന്ന് പറഞ്ഞിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കും സെറ്റാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ടൊക്കെ സെറ്റാക്കി ഒക്കെ റെഡിയാക്കി വെച്ചതായിരുന്നു. പക്ഷേ എന്തോ അറിയത്തില്ല, ഇങ്ങനെയൊക്കെ ആവാനായിരിക്കും മേ ബി. അപ്പോൾ ഞാനിങ്ങനെയാണ് ഹെയർ സെറ്റ് ചെയ്ത് വെക്കുന്നത്. പക്ഷേ ഞാനിങ്ങനെയൊന്നല്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ആ മൂഡില്ലാത്തത് കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടേക്ക് ഒതുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഫേസ് മേക്കപ്പ് കഴിഞ്ഞതല്ലേ, അപ്പോൾ ഹെയറും കൂടി അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ആക്കി കൂട്ടിയത് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടതിനെ കൊണ്ട് ഇങ്ങനെ കുറച്ച് ഫ്രണ്ടിലേക്ക് ഇടുന്ന സമയത്ത് ഭയങ്കര വൃത്തികേടായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ആ വലിയ മുടിയെടുത്ത് ചെറിയ മുടിയെ ഒന്ന് മറച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് സെറ്റാണ്. ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കാരണം ആ ഒരു സങ്കടം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോയതാണ് കേട്ടോ. വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്രീന് വള ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് മുടി കെട്ടിയതിൽ ഇപ്പോഴും തൃപ്തി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പൂ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതാണ് ഞാനിങ്ങനെയായിരുന്നു കെട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ മുല്ലപ്പൂ വെക്കണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും കളറ് ഫ്ലവറോ അങ്ങനെ എന്തെങ്കിലും വെക്കണം എന്നാണ് വിചാരിച്ചത്. എനിക്ക് ഒട്ടും തൃപ്തി ഉണ്ടായിരുന്നില്ല ഈ ഒരു ഹെയർ സ്റ്റൈലിനോടും ഫ്ലവർ സെറ്റ് ചെയ്തതിനോടും കേട്ടോ. പക്ഷേ അതാണ് എൻ്റെ മുഖത്ത് നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിക്ക് ഇങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. എൻ്റെ ഫേസിൽ എക്സ്പ്രഷൻ തൃപ്തിക്കുറവുള്ളത് കൊണ്ടാണ് കേട്ടോ. അത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, കാരണം ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഏകദേശം കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പറയാം. എന്തെങ്കിലും തെറ്റ് കാര്യങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഹേർട്ടായിട്ടുണ്ടെങ്കിൽ സോറി, എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാണ്. സോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.